സ്വന്തമായിട്ട് ഒരു കാർ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മളിൽ പലരുടെയും സ്വപ്നമാണ്. ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കുക. അത് ഹ്യൂണ്ടായി ക്രെറ്റ ആവട്ടെ, ടാറ്റ നെക്സോൺ ആവട്ടെ, മഹീന്ദ്ര ഥാർ ആവട്ടെ, ഇനിയല്ല ഓഡി, BMW എന്ന ലെവലിൽ ചിന്തിക്കുന്ന ആൾ പോലും നമ്മളിൽ പലരുമുണ്ട്. സ്വന്തമായിട്ടൊരു കാർ ഓടിച്ചു പോകാൻ ആഗ്രഹമില്ലാത്ത ആരാണ് നമുക്കിടയിലുള്ളത്? അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. പക്ഷേ നമ്മൾ കാർ വാങ്ങുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഏറ്റവും വലിയ ട്രബിൾ എന്താണ്? അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഫണ്ട് തന്നെയാണ്, പണമാണ്, അല്ലേ? ഒരു കാർ വാങ്ങുക എന്ന് പറയുന്നത് അത്ര ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടിയല്ല, പ്രത്യേകിച്ച് സാധാരണക്കാർക്ക്. ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ പോലും മറ്റു തരത്തിൽ പണം സംഘടിപ്പിച്ച് കാർ വാങ്ങുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. ഈ ഒരു മറ്റു തരത്തിലുള്ള പണം എന്ന് പറയുന്ന സമയത്ത് എന്താണ് ആ മറ്റു തരത്തിലുള്ള പണം? എവിടെ നിന്നാണ് പണം വരുന്നത്? ഓഫ് കോഴ്സ് ഒരു കാർ വാങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് കാർ ലോണിനെ കുറിച്ച് തന്നെയാണ്. ഒരു കാർ വാങ്ങാൻ പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ അന്വേഷിക്കുന്നത് എങ്ങനെയാണ് ഒരു കാർ ലോൺ കിട്ടുന്നത് എന്നാണ്, അല്ലേ? നമുക്കറിയാം, ഇന്ന് കാർ ലോൺ എന്ന് പറയുന്നത് ധാരാളമായിട്ട് പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ ഒരു കാർ ലോൺ ലഭിക്കണമെങ്കിൽ ഒരുപാട് ക്ലേശകരമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കടന്നു പോകണമായിരുന്നു. ഒരുപാട് പേപ്പർ വർക്കുകൾ, അത് ഇത് അങ്ങനെ ധാരാളമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് മാറി, ആ ഒരു സാഹചര്യം മാറി. ഇന്ന് കാർ ലോൺ വളരെ ഈസി ആയിട്ട് ബാങ്കിലത്തെ ആൾക്കാർ, സാർ കാർ ലോൺ വേണോ, നിങ്ങൾക്ക് കാർ ലോൺ ഇവിടെ അപ്രൂവ്ഡ് ആണ്, വേണമെങ്കിൽ ഇന്ന് തന്നെ ലോൺ നിങ്ങൾക്ക് സാങ്ഷൻ ആക്കാം എന്ന് പറയുന്ന രീതിയിലേക്ക് കാലം മാറിയിരിക്കുന്നു. സോ കാർ ലോൺ എടുക്കുന്നു, നമ്മുടെ ആവശ്യത്തിന് കാർ ലോൺ എടുക്കും. പക്ഷേ എന്താണ് ഭാവിയിൽ സംഭവിക്കുന്നത്? 5, 6, 7, 10 വർഷത്തെ EMI, അതുകൂടാതെ അതിന്റെ പലിശ നിരക്ക് വേറെ, മാത്രമല്ല ഓരോ മാസവും EMI അടയ്ക്കേണ്ടതിന്റെ ഒരു ഭാരവും. ഇതെല്ലാം കൂടി ആവുന്ന സമയത്ത് നമ്മൾ കാർ ലോൺ എന്ന് പറയുന്ന സംഭവം ഒരു ബേർഡൻ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണേണ്ടതിന്റെ അനിവാര്യത അത് തന്നെയാണ്. ലോൺ എടുക്കാതെ വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു മൂവ്മെന്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന കാർ വാങ്ങാം എന്നൊരു കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ബൈ യുവർ ഡ്രീം കാർ യൂസിങ് മ്യൂച്വൽ ഫണ്ട് SIP. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് SIP ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വപ്ന കാർ വാങ്ങാം. എങ്ങനെയാണ് അത് വാങ്ങേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ബോസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാശ്. നോ EMI, നോ ലോൺ, ജസ്റ്റ് പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്. യാതൊരു EMI വേണ്ട, ലോൺ എടുക്കേണ്ട. കൃത്യമായിട്ടുള്ള ക്ഷമയും പ്ലാനിങ്ങും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് SIPയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വപ്ന കാർ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാർ ഏതാണോ അത് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചില ഗ്രാഫിക്സിന്റെ സഹായത്തോടെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നുള്ള കാര്യം ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഒരു പോയിന്റ് മിസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ അത് മിസ്സാവാൻ സാധ്യതയുണ്ട്. നമ്മൾ മ്യൂച്വൽ ഫണ്ടിന്റെ ആ ഒരു കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നും. പക്ഷേ ലോൺ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അതിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ലോൺ എടുത്ത ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും അതറിയാം. ചെറിയ ലോൺ എടുത്ത ആളുകൾക്ക് പോലും EMI അടച്ചുകൊണ്ട് അല്ലെങ്കിൽ എക്സ്ട്രാ പലിശ അടച്ചുകൊണ്ട് ധാരാളമായിട്ടുള്ള ട്രബിൾ ഉണ്ടാകുന്നു. നമ്മുടെ ശമ്പളത്തിൽ നിന്നും പ്രതിമാസം നമ്മൾ ചെലവിലേക്ക് വയ്ക്കുന്ന പണം അല്ലെങ്കിൽ നമ്മുടെ നിത്യ ചെലവിലുള്ള പണം പോലും ഒരുപക്ഷെ EMIയിലേക്ക് പോകുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫ് പോലും പ്രോപ്പറായിട്ട് മൂവ് ചെയ്യാൻ പറ്റാത്ത ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. നമ്മളൊരു സിനാരിയോ ഇവിടെ എടുത്തിടുകയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് കാർ വാങ്ങുന്നത് EMI ഇല്ലാതെ അല്ലെങ്കിൽ ലോൺ ഇല്ലാതെ എന്നതിനെ കുറിച്ചാണല്ലോ. അതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു സിനാരിയോ നമുക്ക് പറയാം. അതായത് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കാറിന്റെ വില ഏകദേശം നമുക്കൊരു 12 ലക്ഷമായിട്ട് ഇവിടെ കണക്കാക്കാം, അല്ലെ? നമ്മൾ ലോൺ എടുക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്രയാണ് അതിന്റെ ഒരു കാൽക്കുലേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് 12 lakhs, 12 ലക്ഷത്തിന്റെ ഒരു കാറാണ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്നിരിക്കട്ടെ. അപ്പോൾ ആ ലോണിന്റെ ഒരു കാലാവധി, ലോൺ ടെന്യൂർ എന്ന് പറയുന്നത് 5 വർഷം, 5 year ലോണാണ് നമ്മൾ എടുക്കുന്നത്. 5 വർഷത്തെ കാലാവധിക്കുള്ള 12 ലക്ഷം ലോൺ ഏകദേശം 9% ഇൻട്രസ്റ്റ് റേറ്റിൽ, 9% പലിശ നിരക്കിൽ 5 വർഷത്തേക്ക് 12 ലക്ഷം രൂപയുടെ കാർ ലോണാണ് എടുക്കുന്നത് എന്നിരിക്കട്ടെ. ഇവിടെ നമ്മൾ കാറിന് ഡൗൺ പേയ്മെന്റ് ആയിട്ട്, നമ്മൾ കാർ എടുക്കുന്ന സമയത്ത് നല്ല ഡൗൺ പേയ്മെന്റ് കൊടുക്കണമല്ലോ. ഫുൾ ലോൺ നമുക്ക് കിട്ടും, പക്ഷേ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ കുറച്ചുകൂടെ നല്ലതാണ്. പക്ഷേ ആ ഒരു ഡൗൺ പേയ്മെന്റ് നമ്മളിവിടെ 2 ലക്ഷം രൂപ എന്നിരിക്കട്ടെ. 2 ലക്ഷം രൂപ നമ്മൾ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ഈ ലോണിലേക്ക്, ഈ ഒരു ലോണിന്റെ ആവശ്യത്തിനായിട്ട് 2 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുക്കുന്നു. ലോൺ എമൗണ്ട് എത്രയാണ് എടുക്കുന്നത്? 12 ലക്ഷം രൂപയുടെ കാറ് നമ്മൾ 2 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 10 ലക്ഷം രൂപ നമ്മൾ ലോണിലേക്ക് എടുക്കുന്നു. ലോൺ എമൗണ്ട് ആയിട്ട് നമ്മൾ 10 ലക്ഷം രൂപ ബാങ്കിൽ നിന്നും എടുക്കുന്നു. ഇവിടെ ഞാൻ വിട്ടുപോയ ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ എഴുതി ചേർക്കുകയാണ്. ഇവിടെ EMI, അതായത് ഇവിടെ പ്രതിമാസം അടക്കേണ്ട EMI ഏകദേശം 20,760 രൂപയായിട്ട് നമ്മൾ കണക്കാക്കുന്നു. ഇത്രയും എമൗണ്ട് 20,760 രൂപ നമ്മൾ 10 ലക്ഷം ലോൺ എടുക്കുന്ന സമയത്ത് EMI പ്രതിമാസം 20,760 രൂപ. 5 വർഷത്തേക്കാണ് എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ 5 വർഷത്തിന് ശേഷം നിങ്ങൾ അടക്കേണ്ട ടോട്ടൽ എമൗണ്ട്, മുതലും പലിശയും അടക്കം നിങ്ങൾ അടക്കേണ്ട ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 12,45,000 രൂപയായിരിക്കും.
12.45 lakhs നിങ്ങൾ 5 വർഷത്തിന് ശേഷം മൊത്തമായിട്ട് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. 10 ലക്ഷം ലോൺ എടുക്കുന്ന സമയത്ത് 20,760 രൂപ EMI ആയിട്ട് കൊടുക്കുന്ന സമയത്ത്. സോ ഇവിടെ എന്താണ്, ഇവിടെ നിങ്ങൾ ഏകദേശം 2.45 lakhs, അതായത് 2,40,50,000 രൂപ നിങ്ങളുടെ എക്സ്ട്രാ കൊടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 10 ലക്ഷം രൂപയുടെ ലോൺ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 2.5 ലക്ഷത്തോട് അടുപ്പിച്ച ഒരു തുക നിങ്ങൾ എക്സ്ട്രാ കൊടുക്കുകയാണ്. അത് ഏകദേശം ഒരു ബൈക്കിന്റെ പ്രൈസായി എന്നിട്ട് പറയാം. ഒരു ബൈക്കിന്റെ വില 2.25 ലക്ഷത്തിന് ഏകദേശം നല്ലൊരു പ്രോപ്പർ ഒരു കിടിലം ബൈക്ക് നമുക്ക് എടുക്കാൻ പറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ ഈ ഒരു എമൗണ്ട് നമ്മൾ ബാങ്കിന് കൊടുക്കുകയാണ് എപ്പോൾ നമ്മൾ ലോൺ എടുക്കുന്ന ഒരു സാഹചര്യത്തിൽ. സോ നമ്മൾ ഏകദേശം 20,000 രൂപ EMI അടക്കുന്ന ഒരു സാഹചര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുക, അതായത് ഈ ഒരു 20,000 രൂപ നിങ്ങൾ EMI അടക്കാൻ വേണ്ടി കരുതി വെച്ച 20,000 രൂപ നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് SIP-യിൽ നിക്ഷേപിക്കുന്നു പ്രതിമാസം എന്നിരിക്കട്ടെ. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ സ്വപ്ന കാർ വാങ്ങുന്നതിനായിട്ടുള്ള പണം, നിങ്ങളുടെ പണം വളർന്നുകൊണ്ട് നിങ്ങളുടെ കാറിലേക്ക് നിങ്ങളുടെ പണം നിങ്ങളെ കൊണ്ടുപോകുന്നു എന്നതാണ് അതിന്റെ വസ്തുത. യാതൊരു തരത്തിലുള്ള പ്രഷർ ഇല്ല, പലിശ നിരക്കിന്റെ ഭാരമില്ല, അതുപോലെ തന്നെ കടത്തിന്റെ ബാധ്യതയില്ല. ഇനി കുറച്ചുകൂടെ ടാക്ടിക് ആയിട്ട് അത് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. അതിനായിട്ട് ആദ്യം നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ നമുക്ക് ഫിക്സ് ചെയ്യാം. അതായത് നമ്മൾ എത്രയാണ് എമൗണ്ട് ടാർഗറ്റ് ചെയ്യുന്നത്, ഒരു ടാർഗറ്റ് എമൗണ്ട് നമുക്ക് വേണം. നമ്മുടെ കാറിന്റെ വില എത്രയാണ്, ആ ഒരു കാറിന്റെ വില കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാം. ഇവിടെ ടാർഗറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 12 ലക്ഷം രൂപയാണ്. 12 lakhs rupees ആണ് നമ്മുടെ 12 ലക്ഷം രൂപ ഉണ്ടാക്കിയെടുക്കുക, 12 ലക്ഷം രൂപയുടെ ഒരു കോർപ്പസ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് നമ്മുടെ ടാർഗറ്റ്. എക്സ്പെക്റ്റഡ് റിട്ടേൺ, അതായത് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ലഭിക്കുന്ന പ്രതീക്ഷിക്കുന്ന ഒരു റിട്ടേൺ എന്ന് പറയുന്നത് 12% എന്ന് നമുക്ക് അനുമാനിക്കാം. ഈ 12% എന്ന് പറയുന്നത് ഇതുവരെ ഹിസ്റ്റോറിക്കലി പരിശോധിക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ലഭിച്ച ഒരു ആവറേജ് റിട്ടേൺ ആണ് ഈ ഒരു 12% എന്ന് പറയുന്നത്. സോ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ലഭിക്കുന്ന ഒരു എക്സ്പെക്റ്റഡ് റിട്ടേൺ ആയിട്ട് ഈ ഒരു 12% നമുക്ക് കൺസിഡർ ചെയ്യാം. കാർ വാങ്ങുന്നതിനോടൊപ്പം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത്. ആക്സിസ് മാക്സ് ലൈഫ് സ്മാർട്ട് ടേം പ്ലാൻ പ്ലസിൽ നിങ്ങളുടെ പ്രായത്തിനും ശീലങ്ങൾക്കും അനുസരിച്ച് പ്രതിമാസം 578 രൂപയ്ക്ക് 1 കോടി രൂപയുടെ ലൈഫ് കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നു. സാലറിഡ് ആയിട്ടുള്ള ആളുകൾക്ക് ആദ്യത്തെ ഒരു വർഷം 15% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. മാത്രമല്ല ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ആദ്യത്തെ ഒരു വർഷം 15% ഡിസ്കൗണ്ടും അതിനുശേഷം 15% ലൈഫ് ടൈം ഡിസ്കൗണ്ടും ലഭ്യമാണ്. കൂടാതെ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ ക്ലെയിമുകൾക്കും വെറും 3 മണിക്കൂറിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റ് ഗ്യാരണ്ടിയും ഉറപ്പു നൽകുന്നു. കൂടാതെ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും വലിയ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ആയ 99.07% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോയും ആക്സിസ് മാക്സ് ലൈഫ് സ്മാർട്ട് ടേം പ്ലാൻ പ്ലസിന് ഉണ്ട്. കൂടാതെ റെഗുലർ ആയിട്ടുള്ള പേകൾക്ക് സ്പെഷ്യൽ എക്സിറ്റ് വാല്യൂ അവൈലബിൾ ആണ്. അതായത് യാതൊരു ചിലവുമില്ലാതെ 100% അടച്ച പ്രീമിയവും തിരികെ ലഭിക്കുന്നു. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എത്ര വേഗമാണോ കാർ വേണ്ടത് അതിന് കണക്കായിട്ട് പ്രതിമാസം എത്ര SIP ആണ് നമ്മൾ നിക്ഷേപിക്കേണ്ടത് എന്നുള്ള ചില അനാലിസിസ് ആണ് ഇനി നമ്മൾ നടത്താൻ പോകുന്നത്. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണ് 7 വർഷത്തിന് ശേഷമാണ് നിങ്ങൾക്ക് കാർ വാങ്ങാനുള്ള പ്ലാൻ ഉള്ളത് എന്നിരിക്കട്ടെ. അതായത് ഇപ്പോൾ 2025, 7 വർഷത്തിന് ശേഷം 2032 നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം കാർ സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ ഒരു മാസം SIP-യിൽ നിക്ഷേപിക്കേണ്ടത് 10,000 രൂപയാണ്. ഒരു മാസം 10,000 രൂപ എന്ന കണക്കിൽ 7 വർഷത്തേക്ക് നിങ്ങൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക എന്ന് പറയുന്നത് 8,40,000 രൂപയായിരിക്കും. 8.4 lakhs rupees. ഇവിടെ 12% പലിശ നിരക്ക് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ 12% പലിശ നിരക്കിൽ ലഭിക്കുന്ന മൊത്തം പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3.6 ലക്ഷം രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഇനത്തിൽ മാത്രം ലഭിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. സോ ഫൈനൽ കോർപ്പസ്, അതായത് 10,000 രൂപ പ്രതിമാസം നിക്ഷേപിച്ച് 8.4 ലക്ഷം ടോട്ടൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. 3.6 ലക്ഷം രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഇനത്തിൽ മാത്രം ലഭിച്ചു. ഫൈനൽ കോർപ്പസ് എത്രയാണ്? 12 ലക്ഷം രൂപ നിങ്ങൾക്ക് ഫൈനൽ കോർപ്പസ് ആയിട്ട് ലഭിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കാർ വാങ്ങാനുള്ള എമൗണ്ട് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്നും SIP-യിൽ നിന്നും ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇത് 7 വർഷം 7 years ahead എന്ന് പറയുന്ന ഒരു കണക്കിലാണ്. ഇനി നിങ്ങൾക്ക് തോന്നുന്നു എനിക്ക് 7 വർഷത്തിനുള്ളിൽ കാർ വാങ്ങിയാൽ പോരാ, എനിക്കൊരു 5 വർഷത്തിനുള്ളിൽ തന്നെ അടുത്ത ഒരു 5 വർഷത്തിൽ തന്നെ എനിക്കൊരു കാർ വാങ്ങണം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ, 5 വർഷത്തിൽ തന്നെ ഒരു കാർ വാങ്ങണം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾ 10,000 അല്ല 15,000 രൂപ പ്രതിമാസം SIP-യിൽ നിക്ഷേപിക്കേണ്ടതായിട്ടുണ്ട്. പ്രതിമാസം 15,000 രൂപ നിങ്ങൾ SIP-യിൽ നിക്ഷേപിക്കുന്നു. സോ 15,000 രൂപ 5 വർഷത്തേക്ക് നിക്ഷേപിക്കുന്ന സമയത്ത് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എത്രയാണ്? ടോട്ടൽ ഇൻവെസ്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് 9 ലക്ഷം രൂപയായിരിക്കും. 15,000 രൂപ വെച്ച് 5 വർഷത്തേക്ക് നിങ്ങൾ SIP ചെയ്യുമ്പോൾ 9 ലക്ഷം രൂപയാണ് നിങ്ങൾ ടോട്ടൽ നിക്ഷേപിക്കുന്നത്. ഇവിടെ പ്രോഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് 12% പലിശ നിരക്കിൽ പ്രോഫിറ്റ് ആയി ലഭിക്കുന്നത് 3 ലക്ഷം രൂപയാണ്. അതുപോലെ തന്നെ ഫൈനൽ എമൗണ്ട് എത്രയാണ്? അതും 12 ലക്ഷം. സോ നോക്കൂ, ആദ്യം 10,000 ആയിരുന്നു. നമ്മൾ 7 വർഷത്തെ പ്ലാനുള്ള സമയത്ത് 10,000 നമ്മൾ SIP ചെയ്തു. പക്ഷേ 7 വർഷമല്ല 5 വർഷത്തിനുള്ളിൽ തന്നെ കാർ വാങ്ങണം എന്നുള്ള പ്ലാനുള്ള സമയത്ത്
15,000 രൂപ പ്രതിമാസം SIP ചെയ്ത് 9 ലക്ഷം രൂപ മൊത്തം നിക്ഷേപിച്ച് 3 ലക്ഷം രൂപ അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുമ്പോഴേക്കും നമുക്ക് 12 ലക്ഷം രൂപ നമ്മുടെ ഡ്രീം കാർ വാങ്ങേണ്ട തുകയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. ഇനി നമുക്ക് ഒന്നുകൂടെ പരിശോധിക്കാം. അതായത് 5 വർഷമല്ല, എനിക്ക് 3 വർഷത്തിനുള്ളിൽ തന്നെ എനിക്ക് കാർ വേണം. അപ്പോൾ നിങ്ങൾ പ്രതിമാസം നിക്ഷേപിക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് SIPയിലേക്ക് നിക്ഷേപിക്കേണ്ടത് ഏകദേശം 28,000 രൂപയാണ്. 28,000 നിങ്ങൾ SIPയിലേക്ക് ഇടേണ്ടതായിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളൊരു കാർ ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും 20-22 EMI ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. കുറച്ച് കൂട്ടി ഒരു 5,000-6,000 കൂട്ടി അതിനകത്ത് കുറച്ചുകൂടെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു എമൗണ്ട് കൂടെ കൂട്ടി 28,000 വെച്ച് SIP 3 വർഷത്തേക്ക് ഇട്ടു നോക്കൂ. നിങ്ങൾക്ക് ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയായിരിക്കും? 10.08 ലാക്ക്, അതായത് 10,80,000 രൂപയാണ് നിങ്ങൾ ടോട്ടൽ. 28,000 രൂപ വെച്ച് 3 വർഷത്തേക്ക് SIP ചെയ്യുമ്പോൾ 10,80,000 രൂപയാണ് നിങ്ങൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഡ്യൂറേഷൻ കുറവായതുകൊണ്ട് തന്നെ ഇവിടെ പ്രോഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് 1.92 ലാക്സ് ആണ്. അതായത് 1,92,000 രൂപയാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് ലഭിക്കുന്നത്. സോ ഫൈനൽ കോർപ്പസ് എത്രയാണ്? 10.08 പ്ലസ് 1.92 ഈസ് ഈക്വൽ ടു 12 ലക്ഷം രൂപ നിങ്ങൾക്ക് ഫൈനൽ കോർപ്പസ്, വിച്ച് ഈസ് ദ വേ ടു യുവർ ഡ്രീം കാർ, വിച്ച് ഈസ് ദ എമൗണ്ട് ഓഫ് യുവർ ഡ്രീം കാർ. 12 ലക്ഷം രൂപ നിങ്ങളുടെ ഡ്രീം കാർ വാങ്ങാനുള്ള എമൗണ്ട് ആയിട്ട് ഫൈനൽ കോർപ്പസ് ആയിട്ട് നമ്മൾ 3 വർഷത്തേക്ക് SIP ചെയ്തിട്ട് ലഭിച്ചു. EMIയുടെ പ്രഷറില്ല, കടക്കണിയില്ല, ഒന്നുമില്ല. നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഒരു വസ്തുത. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ SIP ചെയ്യാൻ പറ്റൂ എന്ന് എനിക്കറിയാം. കാരണം ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ഉദാഹരണം മാത്രമാണ്. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ പ്രതിമാസ വരുമാനം എത്രയാണോ അതിന് കണക്കായിട്ടുള്ള SIP ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം ഇത് ഞാൻ തീർച്ചയായും നിങ്ങളോട് ഇത്ര എമൗണ്ട് ഇട്ടേ പറ്റൂ എന്ന് നിർദ്ദേശിക്കുകയല്ല, പകരം ഇതാണ് ഒരു കണക്ക്, ഏകദേശം ഒരു കണക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെയാണ്. അതായത് ഇത്ര എമൗണ്ട് ഇട്ടാൽ ഇത്രയായിരിക്കും പ്രോഫിറ്റ് കിട്ടുന്നത്, ഇത്ര കോർപ്പസിലേക്ക് നമ്മൾ ഇത്ര കാലം കൊണ്ട് എത്തും എന്നുള്ള ഒരു ഇല്ലുസ്ട്രേഷൻ ഞാൻ ഇവിടെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സംഖ്യകൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ നിന്നും ലഭിക്കാൻ സാധ്യതയുള്ള 12% വാർഷിക പലിശ നിരക്കിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണി അപകട സാധ്യതകൾക്ക് വിധേയമാണ്. കൂടാതെ ലഭിക്കുന്ന വരുമാനം വ്യത്യാസപ്പെട്ടേക്കാം. ഈ വീഡിയോ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ്, ഒരു സാമ്പത്തിക ഉപദേശമല്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇത് ആക്ച്വലി സെറ്റപ്പ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. ഈ ഒരു SIP എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത്? പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഗോൾ ഇല്ലാതെ നിങ്ങൾ SIP സ്റ്റാർട്ട് ചെയ്യരുത്. അതിനായിട്ട് നിങ്ങൾ 3, 5, 7 വർഷമുള്ള ഒരു ടെന്യൂർ തിരഞ്ഞെടുത്ത് ആ ഒരു ഗോൾ ഫിക്സ് ചെയ്തുകൊണ്ട് നിങ്ങൾ SIP ചെയ്യാൻ ആരംഭിക്കുക. അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ലോങ് ആയിട്ടുള്ള സ്റ്റഡി ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡുള്ള ഒരു മ്യൂച്വൽ ഫണ്ട്, ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഈ മാസത്തെ ഏറ്റവും വലിയ ഫണ്ട് അങ്ങനെ നോക്കി തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ല. കോൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങൾ ഓട്ടോ ഡെബിറ്റ് എന്ന രീതിയിൽ അത് സെറ്റപ്പ് ചെയ്യുക. കാരണം ഓട്ടോ ഡെബിറ്റ് നിങ്ങൾ എനേബിൾ ചെയ്തില്ലെങ്കിൽ ഏതെങ്കിലും മാസം അടക്കാൻ വിട്ടുപോയാൽ അത് ബുദ്ധിമുട്ടാകും. സോ ആ ഒരു കാര്യം ഒഴിവാക്കുന്നതിനായിട്ട് നിങ്ങൾ ഓട്ടോ ഡെബിറ്റ് സെറ്റപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിന് അടിസ്ഥാനമാക്കിയിട്ട് ഒരു 10% എല്ലാ വർഷവും SIP കൂട്ടാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം എല്ലാ വർഷവും നമുക്ക് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിൽ എക്സ്ട്രാ വരുമാനം വരികയാണെങ്കിൽ ഇത്തരത്തിൽ കൂട്ടുന്നത് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമായിരിക്കും. അതുകൂടാതെ വളരെ കോൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ SIP ചെയ്യുക. അതുപോലെ തന്നെ മാർക്കറ്റിന് ഏതെങ്കിലും തരത്തിലുള്ള തളർച്ച ഉണ്ടാകുന്ന സമയത്ത്, മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയത്ത് നിങ്ങൾ അയ്യോ എൻ്റെ SIP പോയി, എൻ്റെ മ്യൂച്വൽ ഫണ്ട് എമൗണ്ട് നഷ്ടപ്പെടുമോ, അത്തരത്തിൽ നിങ്ങൾ പാനിക് ആവേണ്ട കാര്യമില്ല. അത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് ഈ വോളറ്റാലിറ്റി എന്ന് പറയുന്നത് വളരെ ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ താൽക്കാലികമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ കോമ്പൗണ്ട്, അതായത് പണം ഒത്തുകൂടുന്ന ഒരു പ്രോസസ്സ്, പണം കോമ്പൗണ്ടിങ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് പെർമനന്റ് ആണ്. ഇനി നമ്മൾ ഒന്നുകൂടെ പരിശോധിക്കാൻ പോവുകയാണ്. അതായത് ഞാൻ നേരത്തെ ഓരോ വർഷവും SIP ചെയ്യുന്ന സമയത്ത് വ്യത്യസ്തമായ ടെന്യൂറുകളിൽ നമ്മൾ SIP ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രോഫിറ്റിനെ കുറിച്ചും ടോട്ടൽ എമൗണ്ട് നമുക്ക് കിട്ടുന്നതിനെ കുറിച്ചും ഞാൻ ഒന്നും കൂടെ ഒരു ടേബിളിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യുന്നതിനായിട്ട് ഒരു ടേബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 7 വർഷം, മന്ത്ലി SIP നമ്മൾ അടക്കുന്നത് 10,000 രൂപ, ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 8,40,000 രൂപ, കോർപ്പസ് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് 12%ത്തേക്ക് 12 ലക്ഷം രൂപയാണ്, പ്രോഫിറ്റ് 3.6 ലക്ഷം രൂപ, 7 വർഷത്തേക്ക് 10,000 രൂപ SIP ചെയ്യുമ്പോൾ. ഇനി ഇത് 5 വർഷത്തേക്കാണെങ്കിൽ പ്രതിമാസം 15,000 രൂപ SIP ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ ഇൻവെസ്റ്റഡ് എമൗണ്ട് 9 ലക്ഷം രൂപ, ടോട്ടൽ ലഭിക്കുന്ന കോർപ്പസ് എന്ന് പറയുന്നത് 12 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ ലാഭം നമുക്ക് ഇവിടെ ലഭിക്കുന്നു, പ്രോഫിറ്റ് ലഭിക്കുന്നു. അത് 3 വർഷത്തേക്കാണെങ്കിൽ 28,000 രൂപ പ്രതിമാസം അടക്കേണ്ടതായിട്ടുണ്ട്. 10.8 ലക്ഷം, അതായത് 10,80,000 രൂപ നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. 12 ലക്ഷം രൂപയാണ് കോർപ്പസ്, 1,92,200 രൂപ നമുക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലായിട്ടുണ്ടാവും, നമ്മളൊരു കാർ വാങ്ങുന്ന സമയത്ത് നമ്മൾ SIP ചെയ്ത് സ്മാർട്ടായിട്ട് മൂവ് ചെയ്യുന്നതാണോ അതല്ല കാർ ലോൺ എടുത്ത് കടക്കണിയിലേക്ക് വീഴുന്നതാണോ നല്ലത് എന്നുള്ളത്. നമ്മൾ കാർ ലോൺ എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് 2 ലക്ഷത്തിന് മുകളിൽ തുക, 10 ലക്ഷം രൂപ ലോൺ നമ്മൾ എടുക്കുന്ന സമയത്ത് ഏകദേശം 2.45 ലക്ഷം രൂപ എക്സ്ട്രാ ബാങ്കിൽ നമ്മൾ കൊടുക്കുന്നു. ആ പൈസക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ചുമ്മാ ബാങ്കിന് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ?
ഈ ഒരു എമൗണ്ട് നമുക്ക് ലാഭിക്കാം. അത് മാത്രമല്ല ഈ ഒരു മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ SIP വഴി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കൃത്യമായിട്ടുള്ള ഗോൾ നമ്മൾ ഫിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ SIP ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഗോളിലേക്ക് യാതൊരു തരത്തിലുള്ള ബാധ്യതകളും ഇല്ലാതെ എത്തിച്ചേരാം എന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു യാഥാർത്ഥ്യം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുക്കളോ സുഹൃത്തുക്കളോ ലോൺ എടുത്ത് കാർ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കും. അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. കുറച്ച് കാലം ഒന്ന് വെയിറ്റ് ചെയ്താൽ നിങ്ങളുടെ ഡ്രീം കാർ നിങ്ങൾക്ക് കടബാധ്യതയില്ലാതെ വാങ്ങാൻ പറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബോസ് മലയാളത്തിന്റെ ഈ വീഡിയോ കണ്ടതിന് ഇവർക്ക് നന്ദി. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ കമന്റായും രേഖപ്പെടുത്തും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. Bosswala. Be the boss.